അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അൽ ഫായിസീന ബിരിദല്ലാഹ് അമ്മാ ബഅദ്. അൽഹംദുലില്ലാ ನಂಗ ഇപ്പോൾ ഉള്ള ಜಾಗ ജുബൈലിൽ നിന്ന് ಬಂದ ഈ ഒരു യാത്ര ತಂಡ ನಂಗೆ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ನಂಗೆ കത്തീഫലായിട്ടുണ്ട്. മാഷാ അല്ലാഹ് അത്ഭുതപ്പെട്ടു പോയ കത്തീഫിൽ ഒരു സാധാരണ ജാഗയല്ല, ഒരു പരിശുദ്ധമായ ഖുർആനിൽ പേരെടുത്ത് ചെന്ന നബീരെ ആ ഒരു ദർബാറിലാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആം അവിടെ വത്തിൽക ഹുജ്ജത്തുന ആതൈന ഇബ്രാഹിമ അലാ ഖൗമി തുടങ്ങിയിട്ടുള്ള ആയത്താണ്. അതിൽ ജണ്ട വിനുറായത്തായിട്ട് കരി ഇസ്മാഈല വൽയസഅ വയൂനുസ വകുല്ലൻ ഫല്ലൽന അലൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻആം 86 87 സൂക്തങ്ങളിലൂടെ ചൊല്ലുന്ന ഒരു പരാമർശ ഇസ്മായിൽ നബി അലൈഹി സ്വലാം, അതുപോലെ തന്നെ അല്യസ നബി അലൈഹി സ്വലാം, യൂനുസ് നബി അലൈഹി സ്വലാം, ലൂത്ത് നബി അലൈഹി സ്വലാം, ഇങ്ങളെ കുല്ലൻ ഫല്ലൽന അലൽ ആലമീൻ, ലോകർക്ക് ഇങ്ങളെ ನಾನು ಶ್ರೇಷ್ಠರಾಕಿರಂತೆ. ആ മഹാൻ അതായത് അല്യസ നബി അലൈഹി സ്വലാം, ആ അല്യസ നബി അലൈഹി സ്വലാമരെ അന്തി ഉറങ്ങരെ ഈ ഒരു മക്ബറത്തിലാണ്, മക്ബറത്തുൽ ഔജാ എന്ന പേരിലാണ് ഈ ജാഗയുള്ളൂ. ഇതിന്റെ പരിസരത്തിൽ ഒരുപാട് മക്ബറ ഈ റായത്ത് ആൽമാർ, വലിയ വലിയ ആൽമാറും അതുപോലെ തന്നെ ഈ അല്യസ നബി അലൈഹി സ്വലാമുടെ ശിഷ്യന്മാരും നമുക്ക് അറിയില്ല. പക്ഷെ യഥാർത്ഥമായ ഇവിടെ ഉള്ള ജാഗയിലുള്ള മക്ബറ മഹാനായ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് ചെന്നോ അല്യസ നബി അലൈഹി സ്വലാം. അതിന് ചരിത്ര വിശാലമാണ്. ബനു ഇസ്രായേലിലേക്ക് നിയമിക്കപ്പെട്ട നബിയായിട്ട് വന്നു നബിയാണ് അല്യസ നബി അലൈഹി സ്വലാം. ഇല്യാസ് നബി അലൈഹി സ്വലാമിൽ പിന്നെ വന്ന നബിയാണ് അല്യസ. ഒരുപാട് ആൾമാര് ദീനി ദഅവ നടത്തിയിട്ട് അങ്ങനെ ദീനി പ്രബോധനത്തിലൂടെ ആൾമാരെ നല്ലാക്കി എടുത്തിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും 400 ചില്ലാര വർഷം ജീവിക്കുകയും അവസാനവും അയാളുടെ മഖബറ അവിടെ അന്ത്യവിശ്രമിക്കുന്ന ജാഗ ഖത്തീഫ്, അതായത് ജുബൈലിന്റെ ഏകദേശം 3 മണിക്കൂർ 80 കിലോമീറ്ററോളം യാത്ര നടത്തിയാൽ നമുക്ക് ഖത്തീഫിൽ ഔജാ ചെന്നിട്ട് ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് വരവ് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള എല്ലാ നമ്മുടെ സൗദി അറേബ്യ സ്വരടുക്കില് ഞങ്ങളുടെ റായത്തും അനിവാസികളായ റായത്താൽമാർ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പണ്ടാ പോകേണ്ട. പക്ഷേ ഇങ്ങനത്തെ ചരിത്ര വറങ്ങുന്ന സ്ഥലങ്ങൾ നമുക്ക് ഗൊന്തില്ല. അതുകൊണ്ട് ചെറിയൊരു ഈ മഹാന്റെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചൊന്നെ ഒരുപാട് ജാഗ്യല് ഈ നബിയെ കുറിച്ചിട്ട് പേരെടുത്ത് ചൊന്ന നബിയാണ് അല്യസ നബി അലൈഹി സ്വലാം. ഓതി വെച്ചോ ഇസ്മാഈല വൽയസഅ വയൂനുസ വലൂതൻ വകുല്ലൻ ഫല്ലൽന അലൽ ആലമീൻ. ലോകർക്ക് ഈ ചെന്ന ആൽമാരെ നാം ശ്രേഷ്ഠരാക്കിയ ഈ നബിയെ നാം ഉത്തമനാക്കിയ പരിശുദ്ധം ു ആ മഖാമുടെ ആ മഖ്ബറത്തെ മേല് തന്നെ പരിശുദ്ധമായ ഖുർആന്റെ ലിപി വരെ എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, കാണുക നല്ല സൗന്ദര്യമാണ്. ഇവിടെ 24 ഗಂಟೆയും പരിശുദ്ധമായ ഖുർആന്റെ ശബ്ദ ഇങ്ങനെ കേട്ടോണ്ടേ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഈ എല്ലാ മഖ്ബറത്തെ ആ ഒരു മുട്ടത്തില് ഖബർസ്ഥാനത്തില് എന്താക്കിയാർ തന്നി വെച്ചിരാറ്. ബന്ധങ്ങള തന്നി വീത്തിട്ടാണ് പോകേണ്ടത്. കാണ്ടല്ലതാ ഓരോരോ ഈ ബക്കറ്റില് ആ കുപ്പിയില് ആ പ്ലാസ്റ്റിക് റിബില് തന്നിയെല്ലാം ഉണ്ട്. ആ തന്നിക്ക് ആൾമാർ സിയാറത്ത് ബന്ധങ്ങളിലെ ഉടലെ സിയാറത്ത് പെട്ടെന്ന് ഇതെല്ലാം റായത്താൽമാരാണ് സൗദി ആൾമാർ. നിങ്ങളുടെ സിയാറത്തുകളുടെ അസറുകളെ ഭയങ്കര പെണ്ണിങ്ങും മാനിങ്ങ ഇവിടെ വെള്ളിയാഴ്ച രണ്ടും ഓരോ ടൈം ഒരു പെണ്ണിങ്ങൊക്കെ വേറെ മാനിങ്ങൊക്കെ വേറെ ഇവിടെ സന്ദർശനത്തിന് വ്യവസ്ഥ ഉണ്ട് ഇൻഷാ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞങ്ങൾ വരുമ്പത്തുകു ഈ ഖത്തീഫ് കൊന്ന് വന്നിട്ടായത് ഔജാ മഖ്ബറത്തുൽ ഔജാ ചെന്നിട്ടു ലൊക്കേഷൻ നടത്തി കൊടുത്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പരിശുദ്ധമായ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ അല്യസ നബി അലൈഹി സ്വലാം ആ മഹാന്റെ മഖ്ബറ നമുക്ക് സന്ദർശന സിയാറത്ത് ആക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവിധ ബണ്ട വിഷമങ്ങൾ, പ്രയാസ, ബുദ്ധിമുട്ടു, ടെൻഷൻ അള്ളാഹു തആല ഇല്ലാണ്ടാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.